കീർത്തി, നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരാമോ? കീർത്തി, എന്താ ഇത് ലക്കേജോടുകൂടി വന്നിരിക്കുന്നേ? എന്റെ അച്ഛൻ മറ്റൊരു ചെറുക്കനുമായി എന്റെ കല്യാണം നിശ്ചയിച്ചു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതാ. വാ, നമുക്ക് എവിടേക്കെങ്കിലും ഓടിപ്പോവാ. നോക്കിയ കീർത്തി, എപ്പോ നിങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലയോ അപ്പതിനെ ഞാൻ നിന്നെ മറന്നു. നിന്റെ അച്ഛൻ നോക്കിയ ചെക്കനെ തന്നെ കല്യാണം കഴിച്ചേക്ക്. ഇതൊക്കെ നമ്മൾ ഈ രാത്രിയിൽ സംസാരിക്കുന്നത് എന്റെ ചേട്ടൻ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റായേക്കും. ഞാൻ ചേട്ടനെ വളരെ ചേട്ടൻ എന്ത് പറഞ്ഞാലും ചേട്ടനേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാനാണോ പ്രധാനം, അല്ലെങ്കിൽ നിങ്ങൾ ചേട്ടനോ? എനിക്ക് എന്റെ ഏട്ടനെ വലുത്. നോക്ക്, നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് പറയും, നിങ്ങൾക്ക് എന്നെ മറന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയോ? അതെനിക്കറിയില്ല. പക്ഷെ എന്റെ ഏട്ടന് ദ്രോഹം ചെയ്തിട്ട് തീർച്ചയായും എന്നെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ കീർത്തി, എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു. ഇതിനു ശേഷം എന്നെ ഓർത്ത് നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. ദൈവത്തിനോട് ക്ഷമിച്ചേക്ക്, ഇവിടുന്ന് പോയേക്ക്. ആ ശങ്കര, ഇതെന്താ ഇത്? എന്റെ അടുത്ത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്താ ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത്? മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച പെണ്ണ് വാ നമുക്ക് ഓടിപ്പോകാന്ന് പറഞ്ഞപ്പോ തെറ്റ്. എന്റെ ചേട്ടനെ വിട്ട് ഞാൻ വരില്ല. ചേട്ടനാണ് എനിക്കെല്ലാമെന്ന് എന്റെ അനിയൻ പറഞ്ഞില്ലേ. അവന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് രമേശ? ഇതുവരെയും ഞാൻ കൊടുത്തെല്ലാം അവൻ ഇഷ്ടപ്പെട്ട് നോക്കിയാണ് വാങ്ങിച്ചത്. പക്ഷെ അവനിപ്പോ ഒരു പെണ്ണ് ഇഷ്ടപ്പെടുന്നു പറയുമ്പോ അവർ രണ്ടുപേരും വേർപിരിക്കുന്നത് എനിക്ക് ന്യായമായി തോന്നുന്നില്ല രമേശ. എന്റെ അനുജന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. 5000 തേങ്ങ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുൻസാമിയുടെ തോട്ടത്തിൽ നിന്ന് 2500 തേങ്ങ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാലുവഴിയിലെ ബായി ഉണ്ടല്ലോ, അവിടെ നിന്ന് 250 ചാക്ക് അരിയും വന്നിട്ടുണ്ട്. ഇവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്തിനാ വന്നെന്ന് ചോദിച്ചു പറ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സഹായം ചോദിക്കാൻ വന്നതാണ്. അന്ന് ഞാൻ നിങ്ങളുടെ അനിയത്തിയെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് അതിനുള്ള ശിക്ഷ എന്റെ അനുജന് കൊടുക്കരുത്. ഇപ്പോ എന്റെ അനുജന് നിങ്ങളുടെ മകളെ ചോദിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. വലിയ മനസ്സ് തോന്നി ദയവ് ചെയ്ത് കല്യാണത്തിന് സമ്മതിക്കണം. നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ പാവന്നോട്ട് വേറെ നാട്ടിൽ നീ നാട്ടിലോട്ട് വന്നു. ഇപ്പോ നിന്റെ അടുത്ത് സംബന്ധം പറയണോ? ഇത്രയും വർഷം നിന്നെ നിഴല് പോലെ എന്റെ മേത്ത് പെടാൻ പാടില്ലെന്ന് ഞാൻ ഒതുങ്ങിയിരുന്നു. ഇപ്പോ എന്റെ ശബ്ദം ഞാൻ വിട്ടുകളയണോ? ശരി, ഞാൻ എന്റെ വാനം, റോഷം, അന്തസ് എല്ലാം വിട്ടുകൊടുത്തേക്കാം. അത് മാത്രമല്ല, എന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു തരാം. അതിന് നീ എന്ത് ത്യാഗം ചെയ്യും? എന്ത് ത്യാഗമാണ് ചെയ്യേണ്ടത് പറയൂ. നിന്റെ ജീവൻ വിട്ടേരെ. അത്രയുള്ളൂ, ഞാൻ തയ്യാറാ. ഡാ, നിന്റെ ജീവൻ കളഞ്ഞ എനിക്കെന്ത് ലാഭം? നീ ആരുടെ മേത്ത് ജീവൻ വെച്ചിട്ടുണ്ടോ അവരെ വിട്ടിട്ട് പോ. നിന്റെ അനിയന്മാരുടെ മേത്താ നീ ജീവൻ വെച്ചേക്കുന്ന, അവരെ വിട്ടിട്ട് നീ പോ. നിനക്ക് മനസ്സിലായില്ലേ? ചേട്ടെന്ന് പറഞ്ഞ സ്ഥാനം വിട്ടിട്ട് പോ. എപ്പോ നിന്റെ അനിയനെ എന്റെ മോളുടെ കഴുത്തേക്ക് താലി കെട്ടുന്നോ അപ്പോഴേ നിങ്ങളുടെ രണ്ടുപേരുള്ള സംബന്ധം പിരിഞ്ഞു പോയേക്കണം. അത് കഴിഞ്ഞ് അവരുടെ കണ്ണി പോലും നീ പെട്ടുപോകരുത്. നാട് വിട്ടു പോയേക്കണം. ഇതിനെല്ലാത്തിനും നീ സമ്മതിച്ചാൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കും. എന്താ പറയുന്നത്? ചേട്ടൻ എന്ത് പറഞ്ഞാലും ചേട്ടനേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാനാണോ പ്രധാനം, അല്ലെങ്കിൽ നിങ്ങൾ ചേട്ടനോ?
എനിക്ക് എന്റെ ചേട്ടനെ വലുത്. ശരി, അങ്ങനെയാണെങ്കിൽ സത്യം ചെയ്തതാ. എന്താ മാവ, കീർത്തിനെ എനിക്ക് കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവനോട് സമ്മതം പറഞ്ഞിരിക്കുന്നു. എന്റെ ഇത്ര വർഷ തവത്തിന് ഇപ്പൊ ഫലം കിട്ടിയിട്ടുണ്ട്. നീ ഒന്നത്തിന് വിഷമിക്കണ്ട. നിനക്കൊരു നല്ല പെണ്ണിനെ നോക്കി ഞാൻ കല്യാണം കഴിച്ചു വെക്കാം. അമ്മവ നോ പ്രോബ്ലം. ഇതുപോലെയൊക്കെ സത്യം ചെയ്തു കൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയിട ശങ്കര? നിന്റെ കുടുംബം പിരിയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ ത്യജിച്ചില്ലേ? പക്ഷെ ഇപ്പോ നിന്റെ അനിയന്റെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം കുടുംബം ഉപേക്ഷിച്ച് ദൂരെ പോവുകയാണെന്ന് പറഞ്ഞ് സത്യം ചെയ്തു വന്നില്ലേ? ഇതൊക്കെ ന്യായമാണോ ശങ്കര? നീ വായി തുറന്നൊന്ന് പറഞ്ഞാ മതി. ആ പെണ്ണ് വീട് കഴിച്ച് ഓടി വരില്ലായിരുന്നോ? അവരെവിടെയും കൂട്ടിക്കൊണ്ടൊരു കല്യാണം നടത്താൻ വരുന്നില്ലേ? ഇതൊന്നും ആലോചിക്കാതെ ഒരു നിമിഷം കൊണ്ട് നീ എന്ത് തെറ്റായി ചെയ്തത്? രമേശ, ഞാനറിയാതെ അവളുടെ അച്ഛൻ എന്റെ അനുജനുമായിട്ടുള്ള കല്യാണം നടത്തിയാൽ എന്റെ മനസ്സ് ഒരുപാട് വേദനിക്കുമായിരിക്കുമല്ലേ? അതുപോലെ തന്നെയല്ലേ ഇതും? അതും മാത്രമല്ല, അവൻ ആ പെണ്ണ് പറഞ്ഞ ജീവനാണ്. നോക്ക, അവിടെ നടന്ന കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. നീ ഇത് ആരോടും പറയില്ലെന്ന് സത്യം ചെയ്തതാടാ. സുബ്രഹ്മണ്യ, ദേവരാജ് നിന്റെ കല്യാണത്തിന് സമ്മതിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ മുഹൂർത്തത്തിന് തീയതി കുറിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. നോക്കട്ടെ, മുഖം ചേട്ടാ വീട്. ശങ്കര, നീ ഇവിടെ ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവും ശങ്കര. ചേട്ടൻ എവിടെയും എന്റെ അനിയന്മാരൊക്കെ ചോദിച്ചാൽ എന്താ പറയേണ്ടത്? എന്റെ ചേട്ടൻ എന്തെന്ന് നിന്നോട് ചോദിച്ചാ അയാൾ എവിടെയും പോയിട്ടില്ല. നിങ്ങളുടെ നെഞ്ചില്, നിങ്ങളുടെ സന്തോഷത്തില് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞേക്കണം. നീ അങ്ങോട്ട് ചെല്ലേ.